UDFിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഒട്ടും താമസിയാതെ തന്നെ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന പ്രിയദർശിനി സ്കീം അവർ നടപ്പിലാക്കി. അതായത് സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര. KSRT ബസ്സിലെ ഓർഡിനറി ബസ്സിലാണ് ഈ സൗജന്യം അവർക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ പ്രയോജനം ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്നത് ഇവിടുത്തെ സാധാരണ സ്ത്രീകൾക്കാണ്. ഫാക്ടറികളിൽ, ചെറിയ തൊഴിൽശാലകളിൽ, അതേപോലെ വീടുകളിൽ ഒക്കെ ജോലിക്ക് പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അനുഗ്രഹമാണ്. കാരണം അവർക്ക് സാമ്പത്തിക ചെലവില്ലാതെ കുറച്ച് ദൂരപ്രദേശങ്ങളിലുമൊക്കെ പോയി തൊഴിൽ ചെയ്യാനുള്ള അവസരം ഇതുമൂലമുണ്ടാകുന്നുണ്ട്. ഫാക്ടറി തൊഴിലാളികളെ ആയ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്നും കുറച്ച് അകലെയാണ് എങ്കിൽ അവർ ബസ്സിൽ പൈസ കൊടുത്ത് പോകേണ്ടി വരും. ഒരു ശരാശരി 100 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെയുള്ള യാത്രയ്ക്ക് ചിലവാകുന്നൊരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു മാസം 2500 മുതൽ 3000 രൂപ വരെ ഒരു തൊഴിലാളി സ്ത്രീക്ക്, കർഷക തൊഴിലാളി സ്ത്രീക്ക്, ഫാക്ടറി തൊഴിലാളി സ്ത്രീക്ക് ഒക്കെ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ മെച്ചമാണ്. ഒരു വലിയ സമ്പാദ്യമായിട്ട് വേണമെങ്കിൽ അത് മാറാം. പക്ഷേ ഇതിൻ്റെ ഒരു ദോഷം, ഇതിൻ്റെ പ്രയോജനം ഇവിടുത്തെ സമ്പന്നരായിട്ടുള്ള സ്ത്രീകൾക്കും ലഭ്യമാണ്. ഉദ്യോഗസ്ഥർക്ക്, അതേപോലെ മാനേജരിയൽ പൊസിഷനിൽ വഹിക്കുന്നവർക്ക്, നല്ല സാമ്പത്തിക ശേഷിയുള്ളവർക്ക്, അവർക്കുമൊക്കെ ഈ കൺസെഷൻ പോകേണ്ടി വരുന്നു എന്നുള്ളതൊരു പ്രയാസം നൽകുന്ന വിഷയമാണ്. പിന്നെ ഇതിൻ്റെ ഭരണഘടനാ സാധുതയെക്കുറിച്ച് ചില തർക്കങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിന് ഭരണഘടനാപരമായിട്ട് ഈ സ്കീം പൂർണ്ണമായും നിലനിൽക്കും. കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ 15ാം വകുപ്പിൽ ഈ ഒരു നിർദ്ദേശമുണ്ട്. ജാതിയുടെയോ മതത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന്. പക്ഷെ അതേ അനുച്ഛേദത്തിൻ്റെ സബ് ക്ലാസ്സിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രയോജനപ്രദമാകുന്ന വകുപ്പുകൾ, നിയമങ്ങൾ കൊണ്ടുവരാനുള്ള അധികാരം സർക്കാരിനുണ്ട് എന്ന്. അപ്പോൾ ആർട്ടിക്കിൾ 15(3) പർവ്യൂവിൽ ഈ സ്കീം വരുമെന്നുള്ളത് കൊണ്ട് അത് നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഇവിടെ ഉള്ളൊരു പ്രശ്നം, കേരളത്തിലെ KSRTC എന്ന് പറയുന്ന സംവിധാനം നഷ്ടത്തിൽ ഓടുന്ന ഒന്നാണ്. ഇവിടെ ഈ അടുത്ത കാലത്ത് തുടങ്ങിയതല്ല ഈ നഷ്ടം. ഇത് വർഷങ്ങളായി തുടർന്നു വരുന്ന ഒരു നഷ്ടത്തിൻ്റെ കഥ പറയുന്ന ഒന്നാണ് നമ്മുടെ KSRTC. സമയത്ത് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. ഈ പെൻഷൻ പറ്റുന്ന ഉദ്യോഗസ്ഥർക്ക് അവർക്ക് പെൻഷനറി ബെനിഫിറ്റ്സ് കൊടുക്കാൻ പറ്റുന്നില്ല. അതേപോലെ അവരുടെ പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ബുദ്ധിമുട്ടുകൾ കേരള സർക്കാർ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ തരത്തിലുള്ള ഒരു ബർഡൻ കൂടി ചുമലിലേറ്റി വെച്ചിരിക്കുന്നത്. ഇത് രാഹുൽ ഗാന്ധി ഇവിടെ വന്നപ്പോൾ ഇത് കയറി അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കാൻ കാരണം മറ്റ് ചില സംസ്ഥാനങ്ങളിലുണ്ട്. കർണാടകയിലുണ്ട്, ആന്ധ്രയിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്. പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, തമിഴ്നാട്ടിൽ പ്രതിദിനം 18.91 കോടി രൂപയാണ് നഷ്ടം. ആന്ധ്രയിലാണെങ്കിൽ 4 മുതൽ 6 വരെ കോടി രൂപയാണ് പ്രതിദിനം നഷ്ടം. കർണാടകയിലാണെങ്കിൽ 10.12 കോടി രൂപയാണ് പ്രതിദിനം നഷ്ടം. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൻ്റെ നഷ്ടം വളരെ താഴെയാണ്. അതായത് 2 കോടി രൂപ പ്രതിദിനം നമ്മുടെ സംസ്ഥാനത്തിന് നഷ്ടമാകും. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടം തന്നെയാണ്. ഈ നഷ്ടം വഹിക്കാനുള്ള ശേഷി നമുക്കുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു വസ്തുത കണക്കിലെടുക്കാതെയാണ് ഇവിടെ ഈ ഒരു സംരംഭം ആവിഷ്കരിച്ചത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മറ്റുള്ളിടത്ത് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മളും ഇടിച്ചു കയറി അത് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നുള്ളതും നോക്കേണ്ടതായിരുന്നു. ഈ തരത്തിലുള്ള സ്കീമുകൾ നടപ്പിലാക്കുന്ന സ്ഥിതി വരുമ്പോൾ ഇതിനു വേണ്ടി ചെലവാക്കുന്ന പൈസ മറ്റ് ക്രിയേറ്റീവായിട്ടുള്ള എത്രയെത്ര രീതിയിൽ ചെലവഴിക്കാനുള്ളതാണ്. പിന്നെ ഒരു കാര്യം, ഇവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലെന്ന് പറയാനൊക്കില്ല.
ഇവിടെ സ്ത്രീകൾക്ക് മാത്രമല്ലല്ലോ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. പ്രായം ചെന്ന രോഗികളായിട്ടുള്ള പുരുഷന്മാർ എത്രയോ ഉണ്ട്. അവരൊക്കെ ഇന്നൊരു പക്ഷേ അവരുടെ മക്കളുടെയും മരുമക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ ഔദാര്യത്തിൽ ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് സ്വന്തമായി ഒന്ന് പുറത്തിറങ്ങാനോ തൻ്റെ പഴയകാല സുഹൃത്തുക്കളെ കാണാനോ ഒരു ചികിത്സ തേടി പോകാനോ ഒക്കെ പൈസ ഇല്ലാതെ വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് കൂടി കിട്ടുന്ന രീതിയിലായിരുന്നു എങ്കിൽ അത് വളരെയേറെ പ്രയോജനം ചെയ്യുമായിരുന്നു. നമ്മുടെ നാടിൻ്റെ പൊതുവായിട്ടുള്ള ഒരു നന്മയിലേക്ക് അത് വരുമായിരുന്നു. ഇപ്പോഴുള്ള ഈ പ്രവൃത്തി ഒരു ഭാഗികം മാത്രമാണ്, ഇത് അപൂർണമാണ്. നമ്മളിത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. കാരണം ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അതൊരു അത്ര വലിയൊരു ബെനിഫിറ്റാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. മറ്റുള്ള സംസ്ഥാനം ചെയ്തത് കണ്ടുകൊണ്ട് ഇത് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ആന വാ വളക്കുന്നത് കണ്ടുകൊണ്ട് അണ്ണാൻ വാ വളർന്നാൽ വാ കയറിപ്പോവല്ലേ ഉള്ളൂ.